അങ്ങോട്ട് ഓടുന്നവരുണ്ടല്ലോ, മുഖത്തേക്ക് മിസ്റ്റ് അടിച്ചോണ്ടിരിക്കുക. അമ്പോ, ഇവിടെ ഒരു യാക്ക് കിടക്കണു. ആ, വേണ്ടിയിരുന്നില്ല, തല ഇറക്കുന്ന പോലെയുണ്ട്. ഗ്രേറ്റ് ഹിമാലയൻ റൈഡ് സീസൺ 2 പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ നമ്മൾ ഫൈനലി ഇന്ന് സാങ്തി വാലി വിട്ടിട്ട് തവാങ്ങിലേക്ക് കയറുമ്പോൾ കേട്ടോ. ഇവിടുന്ന് 135 കിലോമീറ്റർ ഉണ്ട് തവാങ്ങിലേക്ക്. 4-5 മണിക്കൂറാണ് ഗൂഗിൾ മാപ്പിൽ കാണിക്കുന്നത്. പക്ഷേ എങ്ങനെ പോയാലും അതിൽ കൂടുതലെടുക്കും, കാരണം നമ്മൾ കാഴ്ചകളൊക്കെ കണ്ട് നിർത്തിയാണ് പോകുന്നത്. അപ്പോൾ ഫൈനലി നമ്മുടെ സാങ്തി വാലി ഹോസ്റ്റലിൽ നിന്ന് ഇറങ്ങിയിട്ടൊരു 2 കിലോമീറ്റർ പോകുന്നു കേട്ടോ. അവിടെ നിങ്ങൾക്ക് പരിചയമുള്ള ആൾക്കാരൊന്നും ഉണ്ടായിരുന്നില്ല, അപ്പോൾ അതുകൊണ്ടാണ് കാണിക്കാത്ത. എല്ലാവരും ബോംബിലെ കാര്യങ്ങളൊക്കെ പോയേക്കാണ്, എന്തൊക്കെയോ ആവശ്യങ്ങളൊക്കെ ആയിട്ട്. നമുക്ക് തവാങ്ങിലേക്കുള്ള എപ്പിസോഡിലേക്ക് കിടക്കാം. വീഡിയോയിലേക്ക് കിടക്കുന്നതിന് മുമ്പ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഇപ്പം തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. സൈഡിലുള്ള ബെൽ ബട്ടൺ കൂടി എനേബിൾ ചെയ്യുക. ഞാൻ ഹരി, വെൽക്കം ടു 10 Pin Stories. ഞാൻ ബൈക്കിൽ ആ വഴി ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോൾ ഈ പാലം കണ്ടപ്പോൾ തിരിച്ചത് ഇങ്ങോട്ട് കയറ്റിയതാണ് കേട്ടോ. സാധാരണ നമ്മൾ യാത്ര തുടങ്ങിയിട്ടാണല്ലോ വഴിയിലെ ചാലഞ്ചസ് കിട്ടാറ്. ഇന്ന് യാത്ര തുടങ്ങുന്നതിന് മുമ്പേ ചാലഞ്ച് തുടങ്ങി. എൻ്റെ റൈഡിങ് ഗ്ലൗ കാണാനില്ല, എവിടെയാണെന്ന് എനിക്കറിയില്ല. ഞാനത് വാഷ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ വാഷ് ചെയ്തിട്ട് അത് ഉണക്കാനിട്ട് എനിക്കറിയില്ല എവിടെ, അത് കാണാനില്ല. ഞാൻ ഈ ബാഗിൻ്റെ അകത്ത് എടുത്ത് വെച്ചോ, അതിൻ്റെ അകത്ത് നോക്കിയിട്ടോ, ബാഗൊക്കെ തുറന്ന് നോക്കി, പക്ഷേ കാണാനില്ല. നീ പറന്നു പോയോ എനിക്കറിയില്ല, രണ്ടും കൂടി പറന്നു പോകും, അറിയില്ല. അതിൽ ഇപ്പോൾ തൽക്കാലം ഒരു സ്പെയർ, ഒരു റോഡ് പണിക്കൊക്കെ ആൾക്കാർ ഉപയോഗിക്കുന്ന അങ്ങനത്തെ ഒരു ഗ്ലൗ നമ്മൾ ലഡാക്കിൽ വെച്ച് മേടിച്ചിട്ടുണ്ടായിരുന്നു. ആ സാധനം ഒറ്റ ഇരിക്കുന്നുണ്ട്, തൽക്കാലം അതിട്ടൊരു പോകാം. അപ്പോൾ ഈ പാലത്തിൻ്റെ താഴെയുള്ള കാഴ്ച അടിപൊളിയാണ് കേട്ടോ. വെള്ളം ഒഴുകുന്നുണ്ട്, എന്ത് രസമായിട്ടാണ്. ഈ റിവറിനെ ഇവിടുത്തെ ആൾക്കാർ സാങ്തി റിവർ എന്നാണ് വിളിക്കണേ. അപ്പോൾ ഇത് പോയിട്ട് ദിരാങ് റിവറിൽ പോയി ചേരുകയാണ് ചെയ്യണേ. ഭയങ്കര രസമാട്ടോ. അങ്ങനെ കാമായിട്ടാണ് അത് ഒഴുകി പോണേ. നമ്മൾ കഴിഞ്ഞ വീഡിയോസിലൊക്കെ കണ്ട അതേ റിവറാണ്, പക്ഷേ ഇവിടുന്ന് കാണുമ്പോൾ അതിനൊരു വേറെ ഒരു ടെക്സ്ചർ, നമ്മുടെ നാട്ടിലെ ഈ തോടൊക്കെ പോലെ തോന്നാം കേട്ടോ. ഇതാണ് ഞാൻ പറഞ്ഞ എന്താ, റബ്ബറും പ്ലാസ്റ്റിക്കും കൂടി മിക്സ് ആയിട്ടുള്ള ഒരു ഗ്ലൗ ആണ്. അതിട്ടിട്ട് പോവാം. നമ്മൾ ഏകദേശം ദിരാങ്ങിൻ്റെ ടൗൺ ഏരിയയിലേക്ക് എത്തി കേട്ടോ. ഏകദേശം അല്ല, ആ കാണുന്ന വഴിയാണ്. അപ്പോൾ ഇതാണ് തേസ്പൂരിൽ നിന്ന് തവാങ് പോകുന്ന റൂട്ട് കേട്ടോ. ലെഫ്റ്റ് പോയ തേസ്പൂര്, റൈറ്റ് പോയി കഴിഞ്ഞാൽ തവാങ്. അങ്ങനെ വലിയൊരു ടൗൺ എന്നല്ല, പക്ഷേ ഈ റോഡിൻ്റെ 2 സൈഡിൽ കുറേ കടകളും, അതായത് ഈ ഒരു ഭാഗത്തുള്ള ആൾക്കാർക്ക് ആവശ്യമായിട്ടുള്ള സാധനങ്ങളൊക്കെ കിട്ടുന്നത്. ഇവിടെ ഒരു ഹോം സ്റ്റേയും കാര്യങ്ങളൊക്കെ ഉണ്ട്, ചെറിയ ബേക്കറി, മറ്റേ ഷൂസും കാര്യങ്ങളൊക്കെ കിട്ടുന്ന കട, ഇവിടെ ഒരു കഫേ ഉണ്ട്. അപ്പോൾ അങ്ങനെ ബേസിക് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ കുറച്ചും കൂടി ഉണ്ട് കേട്ടോ. ബാക്കിലേക്ക് പോയാൽ കുറച്ചും കൂടി ഉണ്ട്. നമ്മൾ അതിൻ്റെ ഇടയിൽ നിന്നാണ് കയറി വന്നത്. ഇവിടെ ഒരു ബോർഡിൽ ഡീറ്റെയിൽസ് ഒക്കെ എഴുതി വെച്ചിട്ടുണ്ട് കേട്ടോ. സെലാപാസ് 57 കിലോമീറ്റർ, തവാങ് 134. അപ്പോൾ നമ്മൾ എന്തായാലും സെലാപാസിലേക്കാണ്, സെലാപാസ് വഴിയാണ് പോണത്. 134 എഴുതിയേക്കണേ. പക്ഷെ നമ്മളവിടെ സാങ്തി വാലിയിൽ നിന്ന് ഇറങ്ങുമ്പോൾ തന്നെ 135 കിലോമീറ്റർ ആയിരുന്നു. അപ്പോൾ ഇവിടുന്ന് ആ ഒരു ബോർഡ് കണ്ടോട് കൂടിയിട്ട് റോഡ് അടിപൊളിയായിട്ടോ. ഇത്രയും നേരം ഇങ്ങനെ പൊട്ടിപ്പൊളിഞ്ഞ റോഡായിരുന്നു, പക്ഷേ റോഡ് പെട്ടെന്ന് നന്നായി. പെട്രോൾ പമ്പ്, ഇഷ്ടംപോലെ പെട്രോൾ പമ്പ് ഉണ്ട്. ഞാൻ ഇന്നലെ ഒന്ന് ദിരാങ് വന്നിട്ടുണ്ടായിരുന്നു, അപ്പോൾ ഞാൻ പെട്രോൾ അടിച്ച് നിറച്ചിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് എൻ്റെ കയ്യിൽ പെട്രോൾ ഉണ്ട്. അരുണാചലിൽ കയറിയ പിന്നെ ആദ്യമായിട്ടാണ്, ഇന്നലെയാണ് അടിക്കുന്നത് പെട്രോൾ. ഇവിടെ 92 രൂപയാണ് കേട്ടോ പെട്രോളിന്, 1 ലിറ്ററിന് 92 രൂപ ചില്ലറ. വഴിയിൽ നമ്മൾ പശുവൊക്കെ നിൽക്കണുണ്ട്, കുതിര നിൽക്കണുണ്ടാ. ഞാനിവിടെ സൈഡിലൊരു ബ്രിഡ്ജ് കണ്ടപ്പോൾ അതൊക്കെ കയറ്റിയതാണ് കേട്ടോ. ആരും ഇല്ലാത്തൊരു സ്ഥലം, താഴെ നല്ല സുന്ദരിയായിട്ട് പുഴ ഒഴുകി പോകുന്നു. എൻ്റെ കയ്യിൽ 2 പുഴുങ്ങിയ മുട്ടയുണ്ട്, അപ്പം ഞാനത് കഴിച്ചാലോ എന്ന് വിചാരിക്കുകയാണ്. നല്ലോണം വിശക്കുന്നുണ്ട്. മറ്റേ ഗ്ലൗസ് ഊരണ പോലെ ഊരാൻ നോക്കുക. ഇത് രസമാണെന്ന് നോക്കിയേ വെള്ളം. ഇതിലെ ഒരു വഴി കാണിക്കുന്നുണ്ട് കേട്ടോ പുഴയിലേക്ക്. ഇവിടെയൊക്കെ ആൾക്കാർ വരുന്നതെന്ന് തോന്നുന്നു. ഇങ്ങനെ ബിയർ ബോട്ടിലും ഇതൊക്കെ കിടക്കുന്നുണ്ട്. ഇവിടെ ഒന്നും ഫിഷിംഗ് ഒന്നും പാടില്ല കേട്ടോ. പല സ്ഥലത്തായിട്ട് എഴുതി വെച്ചിട്ടുണ്ട് ഫിഷിങ് ഹണ്ടിങ്ങിനൊക്കെ 50,000 രൂപ ഫൈനാന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഞാൻ പറഞ്ഞില്ലേ, കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഇവിടെ കുക്ക് ചെയ്താണ് കഴിച്ചിരുന്നത്. അപ്പോൾ മുട്ടയൊക്കെ മേടിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ രാവിലെ അതെടുത്ത് പുഴുങ്ങി, അവിടെ ഇരുന്ന് കഴിക്കേണ്ട, സമയം കളയേണ്ട, പോണ വഴിക്ക് കഴിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ മുട്ട പുഴുങ്ങിയത് നമുക്കിവിടെ പൊട്ടിച്ച് ഇതിൽ കഴുകി കഴിക്കാം. ഭയങ്കര പീസ്ഫുൾ ആയിട്ടുള്ളൊരു സ്ഥലം കേട്ടോ. ഇവിടെ ഒരു മരമുണ്ട്, ഇതിൻ്റെ തണലിൽ ഇങ്ങനെ ഇരിക്കാം. ഭയങ്കര ചൂടാട്ടോ. കാര്യം
മഴയൊക്കെ പെയ്താണെങ്കിലും നല്ല ചൂടാണ്. അത് കഴിച്ചു കഴിഞ്ഞപ്പോൾ വിശപ്പ് കൂടിയോന്നിട്ട് സംശയം. ഇത്ര നേരം അത്ര വിശപ്പ് ഉണ്ടായിരുന്നില്ല, കഴിക്കണം എന്നുള്ളൊരു ഇതുണ്ടായിരുന്നുള്ളൂ. ആകാശം പതുക്കെ മൂടി മൂടി വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ ചെല്ലും തോറും എന്തായാലും ഉച്ചയാകുമ്പോഴത്തേക്കും ഒരു മഴ ഞാൻ പ്രതീക്ഷിച്ചിട്ടുണ്ട്. നോക്കാം. ഇപ്പോൾ ഈ ഒരു പാലം ഉണ്ടല്ലോ, ഇവിടെ റോഡൊന്നും ഇല്ല. ഇപ്പോൾ റോഡൊക്കെ പണിഞ്ഞ് വരുന്നേ ഉള്ളൂ. അപ്പോൾ അതിന് മുമ്പേ പാലം പണിതിട്ടേക്കാണ്. റോഡും കാര്യങ്ങളൊക്കെ ചിലപ്പോൾ ഏതെങ്കിലും വില്ലേജിലേക്കൊക്കെ പോകാനുള്ള വഴിയായിരിക്കും കേട്ടോ. നമ്മൾ പതുക്കെ പതുക്കെ മുകളിലേക്ക് ഇങ്ങനെ കയറിക്കൊണ്ടിരിക്കുക കേട്ടോ. നമ്മുടെ എലിവേഷൻ ഇങ്ങനെ കൂടി 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 വരുന്നുണ്ട്. ഗ്രാജുവലായിട്ടാണ്. ഇടയ്ക്കൊരു ഹെയർ പിൻ, പിന്നെ ഇതുപോലെ ചെറിയൊരു സ്ലോപ്പ്, അങ്ങനെ അങ്ങനെ നമ്മൾ മുകളിലേക്ക് കയറുകയാണ്. അപ്പോൾ സെയിഞ്ച് എന്നാണെന്ന് തോന്നുന്നു കേട്ടോ. ആ സ്ഥലത്തിൻ്റെ പേര് ഇവിടെ ഇത് എഴുതി വെച്ചിട്ടുണ്ട്, SENG, സെയിഞ്ച് എന്നാണ് തോന്നുന്നു പ്രൊനൗൺസ് ചെയ്യുക. സെയിഞ്ചിലേക്ക് ഇനി 2 കിലോമീറ്റർ ഉണ്ട്. അപ്പോൾ സെയിഞ്ചിൽ നിന്ന് നമുക്ക് തവാങ്ങിലേക്ക് 2 റൂട്ട് എടുക്കാം. ഒന്ന് സെലാ പാസ് വഴി പോവാം. സെലാ പാസ് 4200 മീറ്റർ എബോവ് സീ ലെവലാണ്. അപ്പോൾ നമ്മൾ പെട്ടെന്ന് ഒരു വലിയൊരു എന്താ പറയുക ഹൈറ്റിലേക്ക് കയറും. അതല്ലെങ്കിൽ നമുക്ക് സെലാ ടണലുണ്ട്. അപ്പോൾ ഈ സെയിഞ്ച് എന്ന് പറഞ്ഞ സ്ഥലത്ത് നിന്ന് ലെഫ്റ്റ് പോയി കഴിഞ്ഞാൽ സെലാ ടണൽ പോവാം. മറ്റേ വഴിക്ക് പോയി കഴിഞ്ഞാൽ നമുക്ക് പാസ് വഴി പോവാം. അപ്പോൾ എനിക്ക് കുറച്ചും കൂടി ഒരു എക്സൈറ്റിംഗ് ആയിട്ട് തോന്നുന്നത് പാസ് വഴി പോകാനാണ്. ടണൽ വഴി പോകാൻ ഏറ്റവും സിമ്പിള്, ടൈം കുറവെടുക്കുന്നൊക്കെ അതാണ്. പക്ഷേ നമുക്ക് മറ്റേ റൂട്ടൊന്ന് പിടിച്ചു നോക്കണ്ടേ. ഈ ഭാഗത്ത് നല്ല അടിപൊളി വ്യൂ ആട്ടോ. എൻ്റെ പൊന്നോ, ഇവിടെ ഒരു ചെയറൊക്കെ ഇട്ടിട്ടുണ്ട് കേട്ടോ ഇരിക്കാൻ വേണ്ടിയിട്ട്. ഇതൊക്കെ ആർമി ക്യാമ്പുകളാട്ടോ ഈ കാണുന്നതൊക്കെ. അപ്പോൾ നമ്മൾ വന്ന വഴിയാണ് ഇതൊക്കെ. ഈ കാണുന്നൊക്കെ നമ്മൾ വന്ന വഴിയാണ്. അവിടെ ഇങ്ങനെ മേഘത്തിൻ്റെ ഇടയിൽ കൂടെ ഗ്യാപ്പിൽ കൂടെ വെയിലടിച്ചിട്ട് അവിടെയൊക്കെ കുറച്ച് ഭാഗത്തായിട്ട് ഇങ്ങനെ വെയിലടിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ നല്ലൊരു ഭംഗിയുള്ളൊരു മാനെ അല്ലെങ്കിൽ മണി ഉണ്ട് കേട്ടോ. അപ്പോൾ അത് കുറച്ച് എലിവേറ്റഡ് ആയിട്ടാണ് പണിതേക്കുന്നത് റോട്ടിൽ നിന്ന്. അപ്പോൾ അത് ആ പുറകിലത്തെ ആ ഒരു ബാക്ക്ഗ്രൗണ്ടും അതിൻ്റെ കൊടിയൊക്കെ കാരണം നല്ല രസമാണ്. ഇത് കൂടാണ്ടുണ്ടല്ലോ ഇവിടെ ചെറിയ ചെറിയ ബെറീസ് ഉണ്ടായി നിൽക്കുന്നുണ്ട് കേട്ടോ. എന്ത് ബെറീസാണെന്ന് എനിക്കറിയില്ല, പക്ഷെ പെട്ടെന്ന് കാണുമ്പോൾ ശരിക്കും അങ്ങനെ പറക്കുകയാണ്. ശരിക്കും സ്ട്രോബെറി പോലെയോ അങ്ങനെ എന്തോ ഒരു സാധനമാണ് കേട്ടോ. സ്ട്രോബെറി തന്നെയാണ് തോന്നുന്നുണ്ട് കേട്ടോ. അതിൻ്റെ കുരുവും നാരൊക്കെ പോലെ. ടേസ്റ്റ് സ്ട്രോബെറിയുടെയാ. എനിക്കത് കഴിക്കാനൊരു പേടി. പണ്ട് കാലത്തുണ്ടല്ലോ ടിബറ്റിലെ രാജാക്കന്മാരുടെ കീഴിലായിരുന്നു ഈ ഒരു ഏരിയ ഒക്കെ. അപ്പം അന്നൊക്കെ ഈ മാനെ പണിഞ്ഞിരുന്നത് ഇപ്പോൾ ആൾക്കാരൊക്കെ എന്തെങ്കിലും തെറ്റൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ ഒരു പണിഷ്മെൻ്റ് എന്നുള്ള രീതിയിലാണ് അവരെ കൊണ്ട് ഇത് പണിയിച്ചിരുന്നത് കേട്ടോ. പിന്നെ ചില ആൾക്കാർ പറയുന്നുണ്ട് ഇപ്പോൾ റോട്ടിൽ ആക്സിഡൻറ്റ് നടന്നു കഴിഞ്ഞാൽ ആരെങ്കിലും ഇവിടെ മരിക്കുകയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ അപ്പോഴും ഇവിടെ മാനയെ പണിയെന്നൊക്കെയാണ് പറയണത്. അപ്പോൾ അതെ, ഇവിടെ എന്താണ് കറക്റ്റ് റീസൺ എന്ന് എനിക്കറിയില്ല. പലരും പല അഭിപ്രായങ്ങൾ പറയുന്നുണ്ട്. അപ്പോൾ ഇതിൽ ഈ ഇവരുടെ ഉമ്മണി പത്മേഹം പ്രയർ വീലൊക്കെ ഉണ്ട്. അപ്പോൾ ഞാനതൊക്കെ കറക്കി. അത് നല്ല രസമുണ്ട്. ഇത്ര നേരം കണ്ട മാനയെ പോലെയല്ല. പിന്നെ അവർക്ക് ഇങ്ങനെ എന്തൊക്കെയോ കത്തിക്കാനുള്ള അവരുടെ ഈ പൈൻ്റെ ഇലകളും വേറെ എന്തൊക്കെയോ സുഗന്ധദ്രവ്യങ്ങളും ചന്ദനത്തിരിയൊക്കെ കൂടി ഇട്ടിട്ട് അവർ കത്തിക്കും. അതിനുള്ളൊരു സാധനം കൂടി ഇതെവിടെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അങ്ങനെ ഫൈനലി നമ്മൾ ആ പോയിന്റിൽ എത്തിയേക്കാണ് കേട്ടോ. തവാങ് നേരെ 81 കിലോമീറ്റർ, ജാങ് 43. നമുക്ക് റൈറ്റ് മുകളിലേക്ക് ഇതിൽ കയറിപ്പോയാൽ സെലാ പാസിലേക്ക് എത്താം. അപ്പോൾ നേരെ പോയി കഴിഞ്ഞാലാണ് സെലാ ടണൽ. അത് ഇവിടുന്ന് ഒരു 7 കിലോമീറ്റർ ഉള്ളൂ കേട്ടോ. ഈ റോഡ് നേരെ പോയി കഴിഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇതാണ് നല്ല റോഡ്. പക്ഷേ നമുക്ക് ഈ ഒരു ഭാഗം കൂടി കാണണ്ടേ. നമുക്ക് തിരിച്ചു വരുമ്പോൾ നമുക്ക് ടണൽ വഴി വരാം. അപ്പോൾ ഈ പോകുമ്പോൾ ഇവിടെ ഏതൊരു ബുദ്ധിസ്റ്റ് ആരുടെയും രൂപം ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ, പ്രതിമ പോലെ. പക്ഷെ അത് ഇനോഗ്രേറ്റ് ചെയ്യാത്തതുകൊണ്ടാന്ന് തോന്നുന്നു മുഖം കവർ ചെയ്ത് വെച്ചേക്കാണ് തുണി കൊണ്ട്. അപ്പോൾ അങ്ങനെ നമ്മളിത് സെലാ പാസിലേക്ക് പോവാണ്. 14,200 ഫീറ്റ് അബോവ് സീ ലെവലിലാണ്. അതായത് അറൗണ്ട് 4,000 എത്രയോ മീറ്റർ അബോവ് സീ ലെവലാണ്. ഭാഗമൊക്കെ നോക്കിയേ, ഇത് രസാ.
മഴ ചെറുതായിട്ട് ചാരി തുടങ്ങിയിട്ടുണ്ട്. നമുക്ക് ഇവിടെ ഒതുക്കി റെയിൻ കോട്ട് എടുത്തിടാം, അല്ലെങ്കിൽ ചിലപ്പോൾ ഇത് പെട്ടെന്ന് പെയ്ത് തുടങ്ങുമ്പോൾ നേരത്തെ പിടിച്ചാൽ കിട്ടില്ല. റെയിൻ കോട്ട് എടുത്തിട്ടെ. തണുപ്പേ. ഇവിടെ താഴത്തേക്ക് കാണുന്നേ ഉണ്ടാവില്ല, മൊത്തം ഫോഗാണ്, ഒന്നും കാണാനില്ല. ഒരു 2 വളവ് മുമ്പ് വരെ കാണാമായിരുന്നു. അവിടുന്ന് ഇങ്ങനെ കോട കയറി കയറി മുളകി പോകുന്നുണ്ട്. ഇവിടെ ഒരു ബുദ്ധിസ്റ്റ് മൊണാസ്ട്രി പോലെ എന്തോ ഉണ്ട് കേട്ടോ. അമ്പോ, ദേ ഇവിടെ ഒരു യാക്ക് കിടക്കണു. മുകളിൽ ദേ 2 യാക്കും കുട്ടികളും ഓടി നടക്കണു. നോക്കി എന്ത് രസമാണ് നോക്കാം. അതിനെ മുകളിലൊരു യാക്കും ഇരിക്കുന്നുണ്ട്. ദേ അതിങ്ങനെ ഓടി നടക്കാം കേട്ടോ. എന്ത് ചെറുതാ. അവിടെ ഒരു യാക്കുണ്ട്. റോഡിൻ്റെ നടുവിൽ ഇങ്ങനെ കിടക്കാണ്, പശു കിടക്കണ പോലെ. ഞാൻ ആദ്യമായിട്ടാ യാക്കിൻ്റെ കുട്ടീനെ കാണുന്നത്. ചെറുതാട്ടോ അത് എന്നെ കണ്ടപ്പോൾ പേടിച്ച് ഓടി അമ്മയുടെ അടുത്തേക്ക് വന്നാന്ന് തോന്നുന്നു. വിസിബിലിറ്റി ഒരു 50 മീറ്റർ ഒക്കെ ആയി തുടങ്ങി കേട്ടോ. 50 മീറ്റർ വരെയൊക്കെ മാക്സിമം കാണാനുള്ളൂ. അത് കഴിഞ്ഞ് പിന്നെ ഒന്നും കാണാനില്ല. റോഡ് എങ്ങോട്ടാ പോകണമെന്ന് തന്നെ മനസ്സിലാവണില്ല. ആ ഭാഗത്തൊക്കെ മലയാന്ന് തോന്നുന്നു. ഇവിടുന്ന് ഒരു വളവുണ്ട്. ഏയ് ഞാനിവിടെ നിർത്തണ്ടെന്ന് വിചാരിച്ചാണ്. പക്ഷേ ഉണ്ടല്ലോ, ഈ ഭാഗത്തൊക്കെ അതിൻ്റെ മുകളിൽ നല്ല ഭംഗിയുള്ള പൂക്കളുണ്ട് കേട്ടോ. നല്ല മഞ്ഞ കളറിലൊക്കെ നോക്കിയേ, വെറൈറ്റി പൂക്കളല്ലേ നോക്കി. ഇത് കൂടാണ്ട് ഇത് നോക്ക്. അയ്യോ എന്ത് രസം അത് കാണാൻ. ശടാ, ആ ചെടിയൊക്കെ നോക്ക്. അമ്മേ, ഞാൻ ഈ കിടന്ന് ആയാസപ്പെടുന്നത് റിസ്ക്കാണ്. ബിക്കോസ് ഇവിടെ ഓക്സിജൻ കുറയും. ഓ ഇത് ചെടിയല്ല അല്ലേ? ഞാൻ വിചാരിച്ചു ആണെന്ന് തോന്നുന്നു, ചെടിയാണ്. അതിൻ്റെ മുകളിൽ എന്തൊക്കെയോ കെട്ടി വെച്ചേക്കണ. ഞാൻ നീലപ്പൂ ഇവിടെയൊക്കെ ഉണ്ട്. ആ വേണ്ടിയിരുന്നില്ല, തല ഇറങ്ങുന്ന പോലെ ഉണ്ട്. ഈ ചെടി നോക്കി, അതിൻ്റെ പൂക്കളും അതെ ഭയങ്കര രസമാണ്. आप लोग कहाँ से हो? महाराष्ट्र। महाराष्ट्र से। अभी गुवाहाटी से आ रहे अच्छा अच्छा। हो। अकेले ही हो? हाँ अकेले हो। आगे कहाँ तक जा रहे हो? तवांग तक। तवांग तक। हाँ ओके, अभी तवांग ही जा रहे हैं। അതെ. ഞാൻ 2 മിനിറ്റ് അവിടെ ഇരുന്നു കേട്ടോ, ചെറുതായിട്ട് തലകറങ്ങണ്ടായിരുന്നു. അപ്പോഴാണ് ബൈക്കിൽ 2 പേര് വരുന്നത്. അപ്പോൾ ഞാൻ അവരെ ഇതിനു മുമ്പ് 2 പ്രാവശ്യം കണ്ടു. നമ്മളിങ്ങനെ ഹെയർ പിൻ എടുക്കുമ്പോൾ താഴെ വേറൊരു ഹെയർ പിന്നും കൂടെ അവർ കയറി വരുന്നത് കാണായിരുന്നു. ഇതേ ഒരു ബൊലേറോ. അപ്പോൾ അവർ ഗുവാഹട്ടിയിൽ നിന്ന് വന്നേക്കാണ്, അതായത് മഹാരാഷ്ട്രിയൻസ് ആണ്, ഗുവാഹട്ടിയിൽ പഠിക്കുകയാണ്. അപ്പോൾ ഗ്ലൗസ് പോലും ഇല്ലാണ്ടാണ് വന്നേക്കണം. എന്നിട്ട് പറയാം കൈ ഫ്രീസ് ആവണത്. ആർക്കായാലും ഫ്രീസ് ആവും. ഈ മറ്റേ ടാർപോള ഇട്ടിട്ട് വരെ എനിക്ക് തണുപ്പടിച്ചിട്ട് പോയി. അപ്പോൾ അവർക്ക് എന്തായാലും തണുപ്പടിക്കും. അപ്പോൾ നമുക്ക് ഇനി 1 കിലോമീറ്ററും കൂടെ ഉള്ളൂ സെലാപാസിലേക്ക്. വാ, ഒരു സമാധാനം ഉണ്ട്. ഇവിടുന്ന് ഓടിക്കയറണ്ടായിരുന്നു, പൊട്ടത്തരായി. അതിൻ്റെ മുകളിൽ ഇത് അവിടെ വരെ ഞാൻ ഓടിക്കയറിയിട്ടുണ്ടായിരുന്നു. സെലാപാസ് കൂടാണ്ട് ഇവിടെ ഒരു സെല ലേക്കും കൂടി ഉണ്ട് കേട്ടോ. അപ്പോൾ ഈ ഒരു ഫോഗിൽ നമുക്കത് കാണാൻ പറ്റുമെന്ന് എനിക്കറിയില്ല. പോയി നോക്കാമെന്ന് മാത്രം. ആ പിള്ളേർ എൻ്റെ അടുത്ത് ചോദിച്ചു ലേക്കിലേക്ക് പോകണ്ടോന്ന്. അപ്പോൾ ഞാൻ പറഞ്ഞു നോക്കട്ടെ, പറ്റുകയാണെങ്കിൽ പോകാമെന്നുള്ള ഇതിലാണ്. ഇവിടെയൊക്കെ എന്തൊക്കെയോ ഉണ്ട് കേട്ടോ, ഇങ്ങനെ വ്യൂ പോയിന്റിന് വേണ്ടിയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷെ നമുക്കിപ്പോൾ അവിടെ നിന്ന് കഴിഞ്ഞാൽ ഒന്നും കാണാനൊന്നും പോകണില്ല. ആ ഭാഗത്തൊരു ബിൽഡിംഗ് ഉണ്ട്, കാണാനുണ്ടോ? ആ എത്തിയാ, ഇത്ര പെട്ടെന്ന് എത്തിയാ. വെൽക്കം ടു സെലാപാസ്. യേയ്, യാക്ക് നടന്നു നോക്കിയേ. നമ്മളെ വരവേറ്റുകൊണ്ട് കുറേ യാക്ക്, അതിലൊരു യാക്കും കുട്ടിയുണ്ട്. അത് നിങ്ങൾക്ക് ഇഷ്ടമല്ലാന്ന് തോന്നുന്നു കേട്ടോ. മനുഷ്യന്മാരെ കാണുമ്പോൾ ഓടി ഓടി പോവാണ്. യാക്കും കുട്ടി പോകണം നോക്കി. ശരിക്ക് ഒരു ചെറിയൊരു പട്ടിക്കുട്ടിയുടെ സൈസേ ഉള്ളൂ കേട്ടോ അതിന്, ആ ബാക്കി പോണേന്.
അതിനെ കവർ ചെയ്ത് കൊണ്ടുപോയി അത്. അപ്പോൾ ഇവിടെ ഒരു സ്തൂപമുണ്ട്. വെൻ യു കം ടു ദ എൻഡ് ഓഫ് ദ റോഡ് മൈ ഓൾഡ് ഫ്രണ്ട് ദർ ഇസ് ഓൾവേസ് എ ഹിൽ ടു ബി ക്ലൈംഡ് ജസ്റ്റ് എഹെഡ്. അറ്റ് ദ എൻഡ് ഓഫ് ദ ട്രാക്ക് ദോ യുവർ ഫീറ്റ് ടേൺ യു ബാക്ക് ദർ ഇസ് എ വെയിൽ ആൻഡ് പീക്ക് വെർ യുവർ സ്പിരിറ്റ് ഇസ് ലെഡ്. ഞാൻ മുഴുവൻ വായിക്കുന്നില്ല, നിങ്ങൾ വായിച്ചോ. ഇവിടെ ഒരു സ്തൂപയുണ്ട്. ഇവിടെ വെൽക്കം ടു തവാങ്. തവാങ് ഡിസ്ട്രിക്റ്റ് ഇവിടുന്ന് തുടങ്ങുമായിരിക്കും. അപ്പോൾ ഇവിടെ കാര്യങ്ങളൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. അവിടെയും യാക്കൾ നടന്നുകൊണ്ട് കേട്ടോ. ഗോഡ് ഗേവ് എസ് ഗ്രീൻ നൗ ലെറ്റ് us കീപ്പ് ഇറ്റ് ക്ലീൻ. എല്ലാം ഇങ്ങനെ റൈമിങ് വേർഡ്സിലൊക്കെയാണ് എഴുതിയേക്കണേ. സഹസ്ര സീമ ബൽ ആർമിയുടെ ആ ഒരു ഏരിയ ആണ് നോക്കണേ. അപ്പോൾ ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട് 13,700 feet. ഞാൻ 14,000 എന്നാട്ടോ പറഞ്ഞത്, തെറ്റാണത്. 4,200 meters above സീ ലെവലാണ്. അപ്പോൾ ഇവിടെ കുറേ റൈഡേഴ്സിൻ്റെ സ്റ്റിക്കറും കാര്യങ്ങളൊക്കെ ഉണ്ട്. എൻ്റെ ഒരു സ്റ്റിക്കർ ഉണ്ടായിരുന്നു, പക്ഷേ അത് ബാഗിനുള്ള, ഇനി അതൊക്കെ എടുക്കാൻ പാടാം. അവിടെ കുറച്ച് ആൾക്കാർ ഇവിടെ പണിയൊക്കെ ചെയ്യുന്നവർ അവിടെ നടന്നു പോകുന്നുണ്ട്. ഇവിടെ എന്തൊക്കെയുണ്ട് കേട്ടോ, ഒരു കഫറ്റീരിയ ഒക്കെ ഉണ്ട്. ഓപ്പൺ അല്ലാന്ന് തോന്നുന്നു, ക്ലോസ്ഡ് ആണെല്ലാം. ആരുമില്ല, അത് ഓഫ് സീസണാണ്, അപ്പോൾ അതുകൊണ്ടാണ്. അപ്പോൾ ഇവിടെ ഒരു മാഗിക്ക് 40 രൂപ, നോർമൽ ചായ 10 രൂപ. ഭയങ്കര അഫോർഡബിൾ ആണ്. ആർമി നടത്തുന്ന സർവീസ് സെക്യൂരിറ്റി ബ്രദർഹുഡ് എന്നൊക്കെ പറഞ്ഞ് എഴുതി വെച്ചിട്ടുണ്ട് കേട്ടോ. ഇത് ഈ ബന്ദ് ഹെ ക്യാ? ബന്ദ് ഹേ? അച്ഛാ അച്ഛാ അച്ഛാ, ഓക്കെ, താങ്ക് യു ജി. അത് ഓപ്പണാണല്ലേ, നമുക്ക് കയറിയിട്ടൊരു ചായ കുടിക്കാം. എന്തായാലും സെലാപാസ് വരെ വന്നതല്ലേ, വിശിക്കുന്നുണ്ട്. നേരത്തെ ഇവിടെ വായിച്ചത് തെറ്റാണ് കേട്ടോ. സശസ്ത്ര സീമാ ബൽ എന്നാണ് കേട്ടോ എഴുതിയേക്കണേ. അപ്പോൾ എൻ്റെ ഒരു അറിവുകൾ കൊണ്ട് ഞാൻ തെറ്റി വായിച്ചാണ്. അപ്പോൾ സെൻറ്റിനൽസ് ഓഫ് ഇൻഡോ നേപ്പാൾ ആൻഡ് ഇൻഡോ ഭൂട്ടാൻ ബോർഡേഴ്സ് 38th Battalion തവാങ് എന്നൊക്കെ എഴുതിയിട്ടുണ്ട്. ഇതേ ഒരു കാർ, ഒരു ഫോർച്യൂണർ വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് പതുക്കെ അതിൻ്റെ അതിലേക്ക് കയറാം, എന്നിട്ട് എന്തെങ്കിലും കഴിക്കാം കേട്ടോ. എന്തെങ്കിലും കിട്ടുമോ അറിയില്ല, ചായ കാപ്പി അങ്ങനെ എന്തൊക്കെയോ ഉള്ളൂ. കപ്പ് നൂഡിൽസ് ഉണ്ട്, ഒരു നൂഡിൽസ് കഴിക്കും. ചായ മാഗി വഗैरह कुछ मिलेगा? एक मैगी और एक चाय. हाँ ठीक है. अच्छा, ഇവിടെ ഇരിക്കാനൊക്കെ സ്ഥലം കേട്ടോ. बिजली नहीं है यहाँ पे. कल से लाइट नहीं है. कल से नहीं है. कल से नहीं है. हम लोग का भी एकदम मोबाइल ही नहीं चल रहा है. दिक्कत हो रहा है. हाँ. अभी हम लोग का इन्वर्टर भी डाउन हो गया. अच्छा. जनरेटर रात को जनरेटर था, वो भी लेके गया दूसरा जगह. अच्छा अच्छा अच्छा. अभी मुश्किल है रात को अंधेरा में रहना. आप कहाँ से हो? मैं अरुणाचल का बिलोंग करता हूँ. अच्छा अच्छा. चांगलांग डिस्ट्रिक्ट. चांगलांग से. इस एरिया का नहीं, दूसरा നല്ല വിശപ്പുണ്ടായിരുന്നു. 2 മാഗിയും 2 ചായയും കഴിച്ചു. 4 കൂടി 100 രൂപ. നിറച്ച് മുളകൊക്കെ ഇട്ടിട്ട് നല്ല എരിവ്, അങ്ങനെ നല്ല സുഖം. ഈ ഒരു ഭാഗത്ത് വന്നിട്ട് ഇവിടെയൊക്കെ ക്ലിയർ ആയിട്ടോ. മറ്റേ ഫോഗൊക്കെ കുറഞ്ഞ് ക്ലിയറായി. നമ്മുടെ ഈ പോകുന്ന വഴി തന്നെ അത്ര സെല ലേക്ക് വരുന്നത്. അപ്പോൾ വേറെ എങ്ങോട്ട് നമ്മൾ ഡീവിയേറ്റ് ചെയ്ത് പോകണം. പോണ വഴി തന്നെ സെല ലേക്ക് കാണാം. അങ്ങനെ നമ്മളിത് കവാടമൊക്കെ കടന്ന് തവാങ്ങിലേക്ക് കിടക്കാണ് കേട്ടോ. ഈ വഴി പോയി കഴിഞ്ഞാൽ എനിക്ക് തോന്നണേ ആ ടണലിൻ്റെ ഭാഗത്തേക്ക് എത്തുമെന്ന് തോന്നുന്നു. ആ മലയുടെ മുകളിലൊക്കെ പൂക്കളുണ്ടായി നിൽക്കുക. നമ്മൾ നേരത്തെ കണ്ട മഞ്ഞപ്പൂക്കളില്ലേ, അതൊക്കെ ഉണ്ടായി നിൽക്കുന്നുണ്ട്. ഇവിടെ ഒരു ലേക്ക് ഉണ്ട്. ഇത് തന്നെയാണോ സെല ലേക്ക്? ആയിരിക്കും കേട്ടോ. ഇത് കാണാൻ അത്ര ഭംഗിയൊന്നുമില്ല. ഇതായിരിക്കില്ല, കുറച്ചും കൂടി വലിയ ലേക്കാന്ന് തോന്നുന്നു. കുറച്ചും കൂടി മുമ്പിലേക്ക് പോയി നോക്കാം. ഇതാണ് സെല ലേക്ക്. ആ കണ്ടതല്ല, അതാ കാണുന്നത്. അമ്പോ രസമുണ്ട് കേട്ടോ. ഭയങ്കര വലിയ ലേക്കാണ്. അവിടെ താഴെ യാക്കുകൾ മെയിഞ്ഞ് കിടക്കുന്നുണ്ട്. എനിക്ക് തോന്നുന്നത് നമ്മൾ നേരത്തെ അവിടെ കണ്ട യാക്കുകൾ അങ്ങനെ കയറി ഇങ്ങോട്ട് വന്നാന്ന് തോന്നുന്നു കേട്ടോ. നമ്മൾ നേരത്തെ കണ്ട മഹാരാഷ്ട്രീയൻസ് ഇത് എവിടെ നടക്കുന്നുണ്ട്. വണ്ടി താഴത്തേക്ക് ഇറക്കി കൊണ്ടുപോകാൻ പറ്റില്ല, നടന്ന് തന്നെ ഇറങ്ങണം. എന്ത് രസാ, അടിപൊളിയുണ്ട് കേട്ടോ. അപ്പോൾ ലേക്കിന് ചുറ്റും നടക്കാൻ വേണ്ടിയിട്ട് ഒരു പാത്തൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. തണുപ്പ് കാലത്തൊക്കെ ഉണ്ടല്ലോ, ഈ ഭാഗത്തൊക്കെ മൊത്തം മഞ്ഞായിരിക്കും, നടക്കാൻ പോലും പറ്റില്ല, അതുപോലെ മഞ്ഞായിരിക്കും. ഒരു തരി മഞ്ഞ് നമുക്കിപ്പോൾ കാണാനില്ല. ഇനിയിപ്പോൾ അതൊക്കെ നവംബർ ഡിസംബറൊക്കെ ആകുമ്പോൾ പതുക്കെ മഞ്ഞ് പെയ്ത് തുടങ്ങും. അങ്ങനെ ഈ ഭാഗം മൊത്തം മഞ്ഞിൽ അങ്ങോട്ട് മൂടും. ഈ ഭാഗത്തുനിന്ന് വണ്ടി താഴത്തേക്ക് ഇറക്കാൻ സൗകര്യം ഉണ്ട് തോന്നുന്നുണ്ട് കേട്ടോ. അധികമൊന്നുമില്ല, ജസ്റ്റ് ഒന്ന് ഇറക്കി നോക്കാം. അമ്പമ്പൂ. അപ്പോൾ ഇത് ഓവർഫ്ലോ ആയിട്ട് പോകുന്ന വഴിയാണ് കേട്ടോ. അടിയിലൊരു ചെക്ക് ഡാം പോലെ ഇവിടെ എന്തോ പണിത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ചെക്ക് ഡാം എന്നൊന്നും പറയാൻ പറ്റില്ല, ജസ്റ്റ് ഓവർഫ്ലോ ആയി പോകാൻ വേണ്ടിയിട്ടുള്ളൊരു സൗകര്യം. അപ്പോൾ അത് ഒലിച്ചതേ ഇതിലാണ് അങ്ങോട്ട് പോവാം. ഇതാണ് ഞാൻ ഉദ്ദേശിച്ച ആ ചെക്ക് ഡാം. അതിൻ്റെ മുകളിലാണ് നമ്മൾ വണ്ടി കൊണ്ട് പാർക്ക് ചെയ്തത്. ഇപ്പോൾ പോയനെ അങ്ങോട്ട് വെള്ളം പോകണ്ടോ? കുറച്ച് പോകണ്ടെന്ന് തോന്നുന്നു. ഇല്ല, ഇതിലങ്ങനെ വെള്ളം പോകും. ഇതാണ് നമ്മുടെ സെല ലേക്ക്.
നമ്മുടെ ഹെൽമെറ്റ് ക്യാമറയിലെ ചാർജ് 50% ഉണ്ട്. അപ്പോൾ ഞാനത് ചാർജ് ചെയ്യാൻ കുത്തി വെച്ചു പവർ ബാങ്കിൽ. ആ ഭാഗത്തേക്ക് നടക്കാം കേട്ടോ. അവിടെ ഇങ്ങനെ ചുമന്ന പൂക്കൾ ഉണ്ടായി നിൽക്കുന്നുണ്ട്. എനിക്കത് അവിടെ നിന്നിട്ടൊരു സമാധാനമില്ല, അതെന്താണെന്നറിയാതെ. ഈ ഭാഗത്തൊക്കെ ഉണ്ട് കേട്ടോ, ആ ഒരു ഭാഗത്തൊക്കെ നിറച്ചുണ്ടായി നിൽക്കുന്നുണ്ട്. ഇത് ഇവിടെ നോക്കിയാൽ നമുക്ക് കാണണ്ടാവില്ല. ഇവിടെ എന്തോ ഒരു ബുദ്ധിസ്റ്റ് ടെമ്പിളോ അങ്ങനെ എന്തോ ഉണ്ട് കേട്ടോ. അപ്പോൾ ഒരു പഴയ എന്തോ കടയോ അങ്ങനെ എന്തോ ആണ് കേട്ടോ, അങ്ങനെ സ്റ്റോർ ചെയ്ത് വയ്ക്കുന്ന സ്ഥലം അങ്ങനെ എന്തോ ആണ്. അപ്പോൾ അവിടെ ആ പൂക്കളുണ്ട്, ചുമന്ന പൂക്കൾ. ഞാനത് കാണാൻ വേണ്ടി നടക്കാം. എന്തെങ്കിലും ചാർജ് ചെയ്യാൻ സമയം എടുക്കും. %88 ബാറ്ററി ആയിട്ടുണ്ട് കേട്ടോ, ചാർജ് ആയിട്ടുണ്ട്. അപ്പോൾ ഞാൻ വേഗം എടുത്ത് അതിൽ ഫിറ്റ് ചെയ്തു. അപ്പോൾ അത് മഴ പെയ്തു തുടങ്ങിയിട്ടുണ്ട്. പോരാത്തതിന് ചെറുതായിട്ട് ബ്രീത്തിങ് ഡിഫിക്കൽറ്റിയും വന്നു തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. ഇത്ര നേരം അവിടെ നിന്നതിൻ്റെയോ അങ്ങനെ തൊണ്ടയിൽ നമുക്കൊരു എന്താ പറയുക ഒരു ഇറുക്കം വരുന്ന പോലെയൊക്കെ തോന്നുന്നുണ്ട് കേട്ടോ. അപ്പോൾ എന്തായാലും നമുക്ക് പതുക്കെ യാത്ര തുടങ്ങാം. പോണ വഴിക്ക് ഒരു വാട്ടർഫോൾ ഉണ്ട്, അവിടെയും കൂടി പോകണം. का नाम क्या है? टिन पिन स्टोरीज. टिन पिन. हाँ, टिन पिन, TINPIN. टिन पिन स्टोरीज. हाँ, ओके, सर्च करेंगे. ठीक है, താങ്ക് യു. ഓക്കെ, ബൈ. ഞാനിപ്പോൾ അവിടെ നിൽക്കുമ്പോൾ കണ്ടപ്പെട്ട ആൾക്കാരാട്ടോ. അപ്പോൾ രണ്ടുപേരും ഗുജറാത്തിൽ നിന്നാണ്. ഒരാൾ പോർബന്ദർ സൈഡ്, ഒരാൾ രാജ്കോട്ട് സൈഡ്. അപ്പോൾ അവർ SSB അല്ല, ഈ ഭാഗത്ത് ആർമിയുടെ ഏരിയ ഉണ്ട്. അപ്പോൾ അങ്ങോട്ട് നടന്നു പോവാണ്. എവിടെ പോയിട്ട് ദാദൂരെ കാണുന്നതാണ് ആർമിയുടെ എന്തൊരു ക്യാമ്പുണ്ട്. അപ്പോൾ അവിടുത്തെ ആൾക്കാരാണ്. ഈ ഭാഗത്തൊരു ചെറിയ വെള്ളച്ചാട്ടം ഉണ്ട് കേട്ടോ. ഇവിടെ റോഡ് അടച്ചേക്കാണ്. നല്ല രസമല്ലേ നോക്കിയേ, ഭയങ്കര ബ്യൂട്ടിഫുള്ളാട്ടോ. അത് മഴയും കൂടി പെയ്തപ്പോണ്ടല്ലോ, ആ ഒരു കോൺട്രാസ്റ്റ് കൂടിയിട്ടേ എന്തൊരു ഭംഗിയാന്ന് നോക്കിയേ, ഭയങ്കര രസമാട്ടോ. ആ ഫ്ലാഗൊക്കെ തൂക്കിയിട്ട് അതിൻ്റെ ഇടയിൽ കൂടെ അങ്ങനെ, അതും ഇങ്ങനെ നമുക്ക് ഒറ്റയടിക്ക് കാണില്ല. കുറേ വെള്ളച്ചാട്ടങ്ങൾ അവിടെ ഇവിടെയായിട്ട് ചെറുതാണ്. നല്ല രസമുണ്ട് അത്. ഇവിടെ ഒരു പാലം വരുന്നുണ്ട്, അതിൻ്റെ കൺസ്ട്രക്ഷനാണ് അവിടെ നടക്കുന്നത്. അതുകൊണ്ട് വഴി ഇങ്ങനെ താഴത്തു കൂടെ തിരിച്ചിറക്കി വിടുകയാണ്. എനിക്ക് സത്യം പറഞ്ഞാണ്ടല്ലോ ഈ ഒരു ഭാഗം വിട്ട് പോകാനേ തോന്നില്ല. അത് കൊമ്പൗണ്ട് ചൊറിയണോ ഇത്. ഈ ഭാഗം വിട്ടു പോകാൻ തോന്നുന്നില്ല കേട്ടോ. അത്രയും രസമുള്ളൊരു സ്ഥലമാണ് കേട്ടോ. ഇവിടുത്തെ പൈൻ മരങ്ങളായിക്കോട്ടെ എല്ലാം കൊണ്ടും. ഞാൻ കുറച്ച് നേരം ഇവിടെ ഒന്ന് 5 മിനിറ്റ് ടൈം സ്പെൻഡ് ചെയ്തിട്ട് പോട്ടെ. മഴയൊക്കെയാണ്, എന്നാലും താഴെ വെള്ളച്ചാട്ടം അല്ല മറ്റേ പുഴ ഒഴുകി വരുന്നതുണ്ടോ, ഭയങ്കര രസം അത് കാണാൻ. ഒയ്യോ, എൻ്റെ അമ്മോ, എന്താലേ. നമ്മൾ ജാങ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു സ്ഥലം ക്രോസ് ചെയ്തു കേട്ടോ. കുറേ വീടുകളും കടകളൊക്കെ ആയിട്ടുള്ളൊരു സ്ഥലമായിരുന്നു. അപ്പോൾ ഈ ജാങ്ങിനടുത്ത് ഒരു ജാങ് വാട്ടർഫാൾ ഉണ്ട് കേട്ടോ. ഇവിടുന്ന് കുറച്ചേ ഉള്ളൂ, ഒരു 1.4 കിലോമീറ്റേഴ്സ് അല്ലെങ്കിൽ അതിൽ കുറവ് നമ്മൾ ഉള്ളിലേക്ക് കയറി കഴിഞ്ഞാൽ നമുക്ക് ഈ വാട്ടർഫാളിലേക്ക് പോകാം കേട്ടോ. അപ്പോൾ എൻ്റെ അടുത്ത് നമ്മുടെ ഹോസ്റ്റലിലെ ആകാശ് ഉണ്ടല്ലോ, ആ തമിഴൻ ആൾ പറഞ്ഞാണ് എൻ്റെ അടുത്ത് അവിടെ പോണ വഴിക്ക് ഐദർ പോകുന്ന വഴി അല്ലെങ്കിൽ തിരിച്ചു വരുന്ന വഴി ജാങ് വാട്ടർഫാളിൽ പോകണം, അറ്റം വരെ ബൈക്ക് കൊണ്ടുപോകാമെന്നാണ് പറഞ്ഞത്. അപ്പോൾ ഈ ഏതോ ഒരു ഭാഗത്തു നിന്ന് നമുക്കൊരു ഡീവിയേഷൻ എടുത്ത് പോകണം. നമുക്ക് ആക്ച്വലി താഴത്തേക്കാണ് പോകേണ്ടത്, അതിന് പകരം വേറൊരു റൂട്ടുണ്ട്. ആ വഴി പോയി കഴിഞ്ഞാൽ വാട്ടർഫാളിലേക്ക് പോയി ഇവിടുന്നേ കാണാം കേട്ടോ. വാട്ടർഫാള് വലിയ വാട്ടർഫാളാണ്, ഞാൻ ഇത്രയും വലുതാണെന്ന് പ്രതീക്ഷിച്ചില്ല കേട്ടോ. അപ്പോൾ നമുക്ക് സമയമുണ്ട്, 5:30 ആയിട്ടുള്ളൂ. എന്തായാലും തവാങ്ങിൽ എന്നിട്ട് പ്രത്യേകിച്ച് പരിപാടിയൊന്നുമില്ല, റൂം കണ്ടുപിടിക്കുക, കയറി കിടന്ന് ഉറങ്ങാമെന്നുള്ളതാണ്. അപ്പോൾ ഇരുട്ടുന്നതിന് മുമ്പ് നമുക്ക് വാട്ടർഫാളിൽ അവിടെ നിന്ന് പോയിട്ട് വരാം. 4 മിനിറ്റേ ഉള്ളൂ ഇവിടുന്ന്. ഫോറസ്റ്റ് ഇക്കോ ഗസ്റ്റ് ഹൗസ് ജാങ് എന്നൊക്കെ അവിടെ എഴുതിയിട്ടുണ്ട്. നമുക്ക് ഈ കുട്ടികളോട് ചോദിച്ചേക്കാം, കുട്ടികളല്ലേ ഇത്. ഈ वाटरफॉल के लिए रास्ता कहाँ से? टिकट कितना है? पर पर्सन 40. यही है ना रास्ता? नहीं, उधर नीचे जाना है. नीचे? आप इधर क्यों खड़े हो? तो
हाँ आदमी देखा तो इसलिए रुक गए बोला। अच्छा, ये टिकट है ना इसका? ये लो, रास्ता पूछने के लिए आया था, 40 गया। नीचे से जाना है. ഓക്കെ, താങ്ക് യു ജി. ഇതല്ലാത്ര വഴി. ഇവിടെ എന്തോ ഫോറസ്റ്റിൻ്റെ ഇക്കോ ലോഡ്ജ് ഉണ്ട് കേട്ടോ. അപ്പോൾ 2 ലേഡീസ് ഇവിടെ നിൽക്കുന്നുണ്ട്. ഞാൻ അവരോട് പറയായിരുന്നു വഴി ചോദിക്കാൻ വന്നതാ, 40 രൂപ പോയി. ആ വഴി പോയിരുന്നെങ്കിൽ അവർ കാണും കൂടി ഇല്ലായിരുന്നു. അയ്യോ എൻ്റെ പൊന്നു മോനെ, എൻ്റെ അമ്മ എന്ത് വലുതാ. അതെനിക്ക് പറഞ്ഞാൽ അവിടെ പോയി കാണേക്കാൻ നല്ലത് ഇവിടുന്ന് കാണാൻ തോന്നുന്നു. ഞാൻ ആ പയ്യൻ പറഞ്ഞപ്പോഴും ഒരു വാട്ടർഫാൾസ് എന്ന് വിചാരിച്ചുള്ളൂ, പക്ഷേ നല്ല രസമുണ്ട്. നമ്മളതിൻ്റെ ചുവട്ടിലേക്ക് ഇങ്ങനെ എത്തിക്കൊണ്ടിരിക്കുക കേട്ടോ. ഇന്ത്യയിലെ ആണെന്ന് തോന്നുന്നില്ല കേട്ടോ ചില കാര്യങ്ങളൊക്കെ കാണുമ്പോൾ. ഇപ്പോൾ ഈ മരങ്ങളൊക്കെ കാണുമ്പോൾ എനിക്ക് വേറെ ഏതോ നാട്ടിൽ ചെന്ന പോലത്തെ ഒരു ഫീലാണ്. ഇപ്പം തന്നെ മുഖത്തേക്ക് ഇങ്ങനെ മിസ്റ്റ് അടിച്ചു തുടങ്ങി കേട്ടോ. ഈ സൈഡിൽ കൂടെയൊക്കെ വരണം നോക്കിയ വെള്ളം. ആഹാ, ജെൻസ് യൂറിനൽ ഉണ്ട് കേട്ടോ. അങ്ങോട്ട് ഓടുന്നവരുണ്ടല്ലോ, മുഖത്തേക്ക് മിസ്റ്റ് അടിച്ചോണ്ടിരിക്കുക. ഞാനുണ്ടല്ലോ ഓൾമോസ്റ്റ് ഇതിൻ്റെ അടിയിൽ വന്ന് നിൽക്കുക കേട്ടോ. തണുപ്പെന്നൊക്കെ പറഞ്ഞാണ് അമ്മ അതിന് തണുപ്പാണ്. ആ വെള്ളം വീഴുന്നതിൻ്റെ ശക്തിയിലുണ്ടല്ലോ കാറ്റടിക്കാം. ആ കാറ്റത്ത് നമ്മൾ നീങ്ങിപ്പോണ പോലെ. അതൊരു 1.5 വാട്ടർഫോളാട്ടോ. വന്നില്ലേ നിങ്ങൾ നഷ്ടമായി പോയനെ. ഞാൻ അങ്ങനെ സ്കിപ്പ് ചെയ്ത് പോയാലോ എന്നൊക്കെ ഇടയിലൊന്നും വിചാരിച്ചതാ, ഇരുട്ടായി വരിക എന്നൊക്കെ. എൻ്റെ ഇന്നത്തെ യാത്ര വേർത്തായിട്ടോ ഈ ഒറ്റ വെള്ളച്ചാട്ടം കൊണ്ട്. അപ്പോൾ നമുക്കിനി 31 കിലോമീറ്റർ തവാങ്ങിലേക്ക്, 52 മിനിറ്റ്. സ്കൈ ഒക്കെ ക്ലിയറാണ്, ഇനി മഴയ്ക്കുള്ള ചാൻസും കാര്യങ്ങളൊന്നുമില്ല. അപ്പോൾ നേരെ തവാങ്ങിലേക്ക് വിടാം. അവിടെ ഞാനൊരു ഹോസ്റ്റലിൽ പോയി താമസിക്കാമെന്നാണ് വിചാരിക്കുന്നത്. ഇതിൻ്റെ പേര് ഞാൻ മറന്നുപോയി. അപ്പോൾ എന്തായാലും അവിടെ ചെന്നിട്ട് നമുക്ക് മാപ്പ് ഇടാം. അപ്പോൾ എന്തായാലും ചലോ തവാങ്. തവാങ്ങിൻ്റെ മാർക്കറ്റ് ഏരിയയിലൂടെ തെന്നിത്തെറിച്ച് പോകാമെന്നൊക്കെ വിചാരിച്ചപ്പോൾ ബ്ലോക്ക് ഇട്ടാ. ഇത് താൻ. हेलो हेलो मैं अभी 7:20 हो रहा है ना. हाँ 7:40 तक आ जाऊंगा मैं. ओ ठीक है, ओके ओके, थैंक यू जी. ये बैग वगैरह अंदर रख सकता है? हाँ रख दीजिए. हाँ ओके. ചേട്ടൻ ഇവിടെ ഇല്ല, ചേട്ടൻ എവിടെ പോയേക്കാണ്. 20 മിനിറ്റും കൂടി കഴിഞ്ഞിട്ട് വരുള്ളൂ. ബാഗ് അകത്ത് വെച്ചിട്ട് ഞാൻ പോയിട്ടൊരു ചായ കുടിച്ചിട്ട് ഞാൻ പോയിട്ടൊരു കാപ്പിയും ഒരു ചിക്കൻ പപ്സൊക്കെ കഴിച്ചു വന്ന നേരം കൊണ്ട് ആ ചേട്ടൻ വന്നു റൂം കാണിച്ചു തന്നു കേട്ടോ. ഡോർമെട്രിയാണ്, പക്ഷേ വേറെ ആരുമില്ല, ഞാൻ മാത്രമേ ഉള്ളൂ. ഏത് ബെഡ് വേണമെങ്കിൽ എടുത്തോളാൻ പറഞ്ഞു. ഈ ബെഡ് എടുത്തു, സാധനങ്ങളൊക്കെ അവിടെ കൊണ്ടുവച്ചു, ഹെൽമെറ്റ് അവിടെ വെച്ചു, വെള്ളം തന്നു.
അപ്പോൾ ഞാൻ പതുക്കെ കുറച്ച് നേരം റെസ്റ്റ് എടുക്കട്ടെ. കൈൻഡ് ഓഫ് ഓക്കെ ആട്ടോ, അങ്ങനെ ഗംഭീരം എന്നൊന്നും പറയാനില്ല. ഭയങ്കര ഹാർഡായിട്ടുള്ള കട്ടിലാണ്. അപ്പോൾ 500 രൂപയേ ഉള്ളൂ. 500 രൂപയ്ക്ക് ഇപ്പോൾ ഇതൊക്കെ ധാരാളമാണ്. ഇവിടെ ബാക്കി നമ്മൾ റൂമായിട്ട് എടുക്കാൻ നോക്കിക്കഴിഞ്ഞാൽ ഒരു 1800-2000 രൂപയുടെ അടുത്ത് വരും കേട്ടോ. അത്യാവശ്യം ഡീസൻ്റ് ആയിട്ട് നോക്കുകയാണെങ്കിൽ മിനിമം ഒരു ബേസിക് ആയിട്ട് പറയുകയാണ്. അപ്പോൾ ആ ഒരു റേഞ്ചിൽ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യണത്. ഒരാൾക്ക് അത്രയും വേസ്റ്റാണ്. അപ്പോൾ നമ്മളിപ്പോൾ ഇവിടെ ഇരിക്കുന്നില്ലല്ലോ, കൂടുതൽ നേരം പുറത്തായിരിക്കും, ഓരോ സ്ഥലത്ത് പോയി വരുന്നൊക്കെ ആയിരിക്കും. അപ്പോൾ എന്തായാലും ഇന്നത്തെ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കണം. ഞാൻ വീഡിയോ ചുരുക്കമാണ്. നമുക്ക് തവാങ്ങിലെ പുതിയ കാഴ്ചകളും കാര്യങ്ങളൊക്കെ അടുത്ത വീഡിയോസിൽ, ഇനി വരുന്ന വീഡിയോസിൽ നമ്മൾ തവാങ്ങിൻ്റെ ചുറ്റുവട്ടത്തുള്ള ഏരിയാസും പറ്റുകയാണെങ്കിൽ ചൈനീസ് ബോർഡറൊക്കെ പോകണമെന്നാണ് വിചാരിക്കുന്നത്. അപ്പോൾ എന്തായാലും അടുത്ത വീഡിയോയിൽ കാണുന്നവരെ എല്ലാവർക്കും